ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഒക്കെ സംഭവിച്ച് അത് വീണ്ടും പാച്ചപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. വീണ്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3 കാര്യങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. സോ എന്തൊക്കെയാണ് ആ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആയതിനു ശേഷം ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ ഹെൽത്തി ആയി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ഫോളോ ചെയ്ത് നോക്കണം. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 1, നിങ്ങൾക്കിടയിൽ കൃത്യമായ ഇമോഷണൽ ആൻഡ് പേഴ്സണൽ ബൗണ്ടറി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. ഇത്തരത്തിൽ കൃത്യമായ രീതിയിലുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യാതെയാണ് വീണ്ടും മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം റിപ്പീറ്റഡ് ആയി വീണ്ടും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. കാരണം അതേ മിസ്റ്റേക്കുകൾ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആദ്യം ഒരു ബ്രേക്കപ്പ് സംഭവിച്ചത്, വീണ്ടും അത് പാച്ചപ്പിലേക്ക് വരികയും മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കാര്യം കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓവർ ഇന്റിമസി നിങ്ങൾ കാണിക്കുകയാണ്. അതായത് പാച്ചപ്പ് ആയതാണ്, ഇനി എങ്ങനെയെങ്കിലും ആ റിലേഷൻഷിപ്പ് നിലനിർത്തണം എന്നൊക്കെ കരുതിക്കൊണ്ട് നിങ്ങൾ റഷ് ആവാണ്, കുറച്ച് ധൃതി കാണിച്ചുകൊണ്ട് ഇന്റിമസി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അറ്റാച്ച്ഡ് ആയി മാറുകയൊക്കെ ആണെങ്കിൽ അവിടെ കൃത്യമായൊരു ബൗണ്ടറി സെറ്റ് ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ റഷായി പെരുമാറുന്നത് പലപ്പോഴും ഒരു ക്ലാരിറ്റി കുറവിലേക്ക് നയിക്കും. മാത്രമല്ല പല റെഡ് ഫ്ലാഗുകളും ആ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് കാണാൻ സാധിക്കാതെ വരും ഇത്തരത്തിലുള്ള ഒരു ധൃതി കാണിക്കുന്ന സമയത്ത്. കൂടാതെ ഇത്തരത്തിൽ റഷായിട്ടാണ് നിങ്ങൾ പെരുമാറുന്നത്, കൃത്യമായ ബൗണ്ടറി സെറ്റ് ചെയ്യാതെയാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായി ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. പകരം ഒരു അറ്റാച്ച്മെന്റ് മാത്രമായിരിക്കും അവിടെ ബിൽഡ് ആവുന്നത്. നിങ്ങളൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ ഇനി ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് സംഭവിക്കരുത്, രണ്ടുപേർക്കും ഒരുമിച്ച് ഒരുപാട് കാലം മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പോസിറ്റീവായ രീതിയിൽ അല്ലെങ്കിൽ ഹെൽത്തി ആയ രീതിയിൽ കണക്ഷൻ ആണ് ബിൽഡ് ചെയ്യേണ്ടത്. സോ ഇതിന് സാധിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക. 2, ഹാർഡ് കോൺവെർസേഷൻ ആണ്. അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതെങ്ങനെ അവതരിപ്പിക്കും എന്ന് എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെ കരുതിക്കൊണ്ട് പലപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തീർച്ചയായും പറയേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതൊന്നും പറയാതെ പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ഹാർഡ് കോൺവെർസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ പറയണം എന്നറിയാതെ സംശയിച്ചു നിൽക്കുന്ന ഒരു കാര്യമായിരിക്കാം. എങ്കിലും അത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാതിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. അത് ടു ലേറ്റ് ആയിട്ടാണ് നിങ്ങൾ പറയുന്നത് എന്നുണ്ടെങ്കിലും ആ റിലേഷൻഷിപ്പിനെ ഇത് നെഗറ്റീവായി ബാധിക്കും, പറയാതിരുന്നാലും നെഗറ്റീവായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഹാർഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, അല്ലെങ്കിൽ ഒരു ഹാർഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ് എന്നിരുന്നാലും എല്ലാം ഓക്കെ ആണ് എന്ന രീതിയിൽ പ്രിറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ടൈം എടുത്തായിരിക്കാം, അല്ലെങ്കിൽ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു എഫേർട്ട് എടുക്കേണ്ടി വരും. എന്നിരുന്നാലും അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കിടയിൽ ആ ഒരു ഹോണസ്റ്റി എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പരസ്പരം സത്യസന്ധമായിട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഫീൽ ചെയ്യാൻ സാധിക്കും. അത് ആ റിലേഷൻഷിപ്പിനെ പോസിറ്റീവായ രീതിയിൽ തന്നെ ഇമ്പാക്ട് ചെയ്യുകയും ചെയ്യും. ഇനി 3ാമത്തെ പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. ആ പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇതുപോലെ ഒരു സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതിന് സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗൈഡൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ആവശ്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി 3ാമത്തേതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിന് ത്രെട്ടൻ ആണെന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അത് ചിലപ്പോൾ ചില ഇൻസിഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില ബിഹേവിയേഴ്സ് ആയിരിക്കാം, ചില ഹാബിറ്റ്സുകളായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം. സോ ഇങ്ങനെ ആ റിലേഷൻഷിപ്പിനെ ഒട്ടും നല്ല രീതിയിൽ അത് ബാധിക്കില്ല, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ത്രെട്ടൻ ആണ്, ഒരു ഭീഷണിയാണ്. ആ റിലേഷൻഷിപ്പ് വീണ്ടും ഒരു വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ആ ഒരു കാര്യം ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഒരു ചെറിയ ഉദാഹരണം പറയാം.
നിങ്ങൾക്ക് തന്നെ കൺഫ്യൂസിങ് ആയ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഒരു ക്ലോസ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂസിങ് ആണ്. മാത്രമല്ല ആ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ത്രെട്ടൺ ആയിട്ട് വരുന്ന കാര്യമാണ്. സോ നിങ്ങൾ നിലവിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകണം, ഒരു ഹെൽത്തി വേയിൽ നിങ്ങൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു തവണ ആ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിച്ചു, വീണ്ടും അത് പാച്ചപ്പ് ആയി മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതൊരു നല്ല രീതിയിലേക്ക് മാറ്റാനും ആ റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി വേയിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്